ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം ഉള്ളത്. റമദാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദുഖൂലുൽ ജന്ന, സ്വർഗപ്രവേശനം. രണ്ടാമത്തത് ഇത്ഖും മിനന്നാർ, നരകമോചനം, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക. പിന്നുള്ളതാണ് തഖ്വ, നോമ്പിലൂടെ തഖ്വ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മഗ്ഫിറത്ത്, പാപങ്ങൾ പൊറുക്കപ്പെടുക. ഈ 4 കാര്യങ്ങൾ റമദാനിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത് ബഅദ മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു. ഒരാളുടെ ജീവിതത്തിൽ റമദാൻ ലഭിക്കുകയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ ആ റമദാൻ കഴിഞ്ഞു പോവുകയും ചെയ്താൽ ബഅദ, അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്നിട്ട് റസൂലിനോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരാളുടെ ജീവിതത്തിൽ റമദാൻ ലഭിക്കുകയും ആ റമദാനിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമായ മഗ്ഫിറത്ത് നേടിയെടുക്കാതെ അവൻ്റെ ആ റമദാൻ കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ എന്നുള്ള പ്രാർത്ഥന. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു റുഖ്സയാണ്, ഇളവാണ്. ആ അവസരം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാണ് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവുക. അള്ളാഹു നൽകുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, അതിനെ ഗൗനിക്കാതിരിക്കുക, അത് അള്ളാഹുവിന് വലിയ കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്, ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലായിട്ട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് മുഅ്മിനീങ്ങളോട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അതുപോലെ തന്നെ തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് തൗബ ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് ഖുർആനിൽ. കാരണം എന്താണ്? തൗബ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരും. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ വരും, ന്യൂനതകൾ വരും. അതൊക്കെ പരിഹരിക്കപ്പെടാനുള്ളതാണ് തൗബ. അതുപോലെ തന്നെ ഇന്നഹു കാന ദലൂമൻ ജഹൂല, അവൻ അക്രമുണ്ടാക്കുന്നവനും അതേപോലെ തന്നെ അവിവേകിയുമായിട്ടാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ സ്വഭാവമാണത്. അങ്ങനെയുള്ള സൃഷ്ടിപ്പിൽ നിന്നും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ തൗബ മനുഷ്യന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷിക്കുന്നൊരു ഇബാദത്താണ് തൗബ എന്നുള്ളത്. പിശാചിനേറെ പ്രയാസം ഉണ്ടാക്കുന്നതും അള്ളാഹുവിനേറെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം. കാരണം പിശാച് വർഷങ്ങളോളം പണിയെടുത്ത് ഒരാളുടെ വഴികേടിലാക്കി അവൻ ആ വഴികേടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. അതിനിടയിൽ പെട്ടെന്ന് അവൻ തൗബ ചെയ്ത് എല്ലാം മാറ്റി സ്വർഗത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ പിശാചിനുണ്ടാകുന്ന പ്രയാസം വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നസൂഹായ തൗബ ചെയ്തൊരു അടിമക്ക് മടങ്ങാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം പിശാച് അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും വിടൂല. കാരണം അവൻ വർഷങ്ങളോളം പണിയെടുത്തത് ഒരു സെക്കൻഡ് കൊണ്ട് ആ അടിമ ഇല്ലാതാക്കുകയാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സമയവും തൗബ ചെയ്യുന്ന സമയത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫർഹം ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. ഒരടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന സമയത്താണ് അള്ളാഹു ഏറെ സന്തോഷിക്കുന്നത്. ആ സന്തോഷത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ആ സന്തോഷം
നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷത്തെ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ ഒരു ഉപമ പറയാണ്, ഉദാഹരണം പറയാണ്. മിൻ അഹദിക്കും കാന ബി അർളി ഫലാത്തിൻ, നിങ്ങളിൽ ഒരാൾ സന്തോഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അള്ളാഹു സന്തോഷിക്കും. അയാൾ ഒരു മരുഭൂമി പ്രദേശത്താണുള്ളത്, ഒഴിഞ്ഞ പ്രദേശത്ത് ഒറ്റക്കാണുള്ളത്. അവൻ വാഹനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅലൈഹ തുആമുഹു വശറാബുഹു, ആ വാഹനപ്പുറത്താണ് അവൻ്റെ ഭക്ഷണവും വെള്ളവും എല്ലാ സാധനങ്ങളും ആ വാഹനപ്പുറത്തുണ്ട്. പെട്ടെന്ന് ആ വാഹനം നഷ്ടപ്പെട്ടു, അവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. ഫഅയ്സ മിൻഹാ, വല്ലാതെ നിരാശനായി അവൻ. കാരണം ഒരൊഴിഞ്ഞ പ്രദേശമാണ്, ആരും സഹായിക്കാനോ കൂട്ടിനാരില്ല. എല്ലാ പ്രതീക്ഷയും ആ വാഹനത്തിലും വാഹനപ്പുറത്തുള്ള അവൻ്റെ സാധനങ്ങളിലുമായിരുന്നു, ഭക്ഷണത്തിലും വെള്ളത്തിലുമായിരുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് അവൻ. അപ്പം ഫഅയ്സ മിൻഹാ, വല്ലാതെ നിരാശനായി. ഫഅതാ ശജറതൻ ഫൽതജഅ ഫീ ളില്ലിഹാ, അങ്ങനെ ഒരു മരച്ചുവട്ടിലേക്ക് വന്ന് ആ മരച്ചുവട്ടിൽ അവൻ കിടന്നു. അവൻ്റെ മുമ്പിൽ മരണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഒരിക്കലും തൻ്റെ കുടുംബത്തിലേക്കോ തൻ്റെ നാട്ടിലേക്കോ തിരിച്ചു പോക്കുന്നൊരു സ്വപ്നം അവനില്ല. കാരണം അതിൻ്റെ വഴിയില്ല, എല്ലാം തടസ്സപ്പെട്ടു. അപ്പം മരണം മുന്നിൽ കണ്ട് ആ അടിമ കിടക്കുകയാണ് മരച്ചുവട്ടിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കിടക്കുന്ന സമയത്ത് അവൻ്റെ വാഹനം അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഫഅഖദ ബിഖിതാമിഹ, ഇവൻ ചാടി എഴുന്നേറ്റ് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചു. വഖാല മിൻ ശിദ്ദത്തിൽ ഫർഹ്, ആ സമയത്ത് അവനുണ്ടാകുന്ന സന്തോഷമുണ്ട്. കാരണം ജീവിതം തീർന്നു, ഇനി എനിക്ക് മുമ്പിലുള്ളത് മരണം മാത്രമാണെന്ന് കണ്ട് ആ മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ആ ജീവിതം തിരിച്ചു കിട്ടിയ ആ സന്തോഷം. വഖാല മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിൻ്റെ ആധിക്യം കാരണം ആ അടിമ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. ഫഅഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിൻ്റെ ആധിക്യം കാരണം ആ അടിമക്ക് തെറ്റുപറ്റിപ്പോയി. അത്രയ്ക്കും സന്തോഷിച്ചു, കാരണം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം തിരിച്ചിട്ടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അടിമ ആ സമയത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അതൊക്കെ അത്രയും സന്തോഷമുള്ള സമയമാണ്. അതുപോലെ തന്നെ പിശാചിനേറെ പ്രയാസം ഉണ്ടാക്കുന്ന സമയമാണ് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ തൗബയുടെ മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ തൗബയെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും, അതിലൊരു സംശയമില്ല. എത്ര വലിയ പാപങ്ങളിൽ നിന്നാണ് തൗബ ചെയ്ത് മടങ്ങുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും. കാരണം തൗബ ചെയ്യുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളിലേക്ക് തൻ്റെ ഇരു കരങ്ങളും നീട്ടും. പകലിൽ തെറ്റ് ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ. അതുപോലെ തന്നെ പകലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് കൈകൾ നീട്ടും. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ തെറ്റുകൾ ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ. അതുകൊണ്ട് ഏത് സമയത്തും തൗബ സ്വീകരിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, ആരെങ്കിലും തൗബ ചെയ്താൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. എപ്പോഴും അതിലൊരു സംശയവും വേണ്ട. സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിച്ച് അത് കാണുമ്പോൾ അതുവരെ വിശ്വാസം ഉണ്ടാവില്ല. സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നത് കാണുമ്പോൾ ആ സമയത്തുള്ള ഈമാനും ആ സമയത്തുള്ള തൗബയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ടതാണ്. ആ സമയത്തായിരിക്കും ജനങ്ങൾ വിശ്വസിക്കുക. ആ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് കാണുമ്പോഴാണ് തൗബ ചെയ്യുക. കാരണം നേരിൽ കാണണം, ഖിയാമത്ത് നാളിൻ്റെ ആരംഭം നേരിൽ കാണണം അവൻ. ആ സമയത്ത് തൗബ ചെയ്യുക അല്ലാഹു സ്വീകരിക്കുക. അതേപോലെ തന്നെ ആ സമയത്തുള്ള ഈമാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതല്ലാതെ അതിൻ്റെ മുമ്പ് എപ്പോഴും തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നതിലൊരു സംശയവും വേണം. കാരണം അല്ലാഹു അത്രയും ഇഷ്ടപ്പെടുന്ന അടിമകൾ. എത്രത്തോളം അള്ളാഹുവിൻ്റെ ഇഷ്ടം, അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹം, അത് വിശദീകരിക്കുന്ന ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ആ സ്നേഹം
അള്ളാഹുവിൻ്റെ ആ കാരുണ്യം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു കൂട്ടം തടവ് പുള്ളികളെ കൊണ്ടുവരപ്പെട്ടു. യുദ്ധം ചെയ്ത് തടവാടുകളായിട്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. സഹാബി പറയാണ്, ആ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, പെണ്ണുങ്ങൾ, ആണുങ്ങൾ എല്ലാവരും ഉണ്ട്. അതിലൊരു പെണ്ണ് എന്തോ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ പരതിയാണ്, എന്തോ അന്വേഷിക്കുകയാണ്. സഹാബത്തും റസൂലും ദൂരെ നിന്ന് അത് കാണുന്നുണ്ട്. പെട്ടെന്ന് ആ പെണ്ണിന് ചെറിയ കുട്ടിയെ കിട്ടി. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു കുട്ടിയെ കിട്ടി. ആ കുട്ടി അവളെടുത്ത് അതിന് പാല് കൊടുത്ത് അതിനോട് മാറോട് ചേർത്ത് പിടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, അതറൗന ഹാദിഹി ത്വാരിഹതൻ വലദഹാ ഫിന്നാർ, സഹാബാക്കളെ, ആ പെണ്ണ് ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുന്നൊരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുമോ? സഹാബാക്കളും ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഒരിക്കലും നമുക്ക് കഴിയില്ല. ആ പെണ്ണ് ആ കുട്ടിയെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, വാത്സല്യം കാണിക്കുന്നുണ്ട്, സ്നേഹം കാണിക്കുന്നുണ്ട്. ആ പെണ്ണ് ഒരിക്കലും ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സഹാബത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ ഫിന്നാർ. ആ പെണ്ണ് ആ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യത്തെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൽ ഉറപ്പാണ്. ഒരിക്കലും തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. കാരണം ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അടിമകളെ, നിങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഞാനോ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ്, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തുതരാം. ഇതൊക്കെ അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. അത് തെറ്റ് ചെയ്ത ഒരാൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു തൗബ സ്വീകരിക്കൽ അനിവാര്യമാണ്. അള്ളാഹു എന്തായാലും സ്വീകരിക്കും. ഒരിക്കലും ആ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. കാരണം അള്ളാഹു നമ്മെ സ്വീകരിക്കുമെന്നുള്ളത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകുന്നത് അത് കാഫിര്യങ്ങളാണ്. ഒരിക്കലും അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. യാഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞ വാക്കാണ്, ലാ തയഅസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിരാശരാകരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകുന്നത് കാഫിര്യങ്ങളാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകൂല. ഒരിക്കലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള പ്രതീക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിട്ടിട്ടില്ല. ജീവിതത്തിൽ എത്ര പ്രയാസമുള്ള സമയം വന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു അവസാനത്തെ വിജയം റസൂലുള്ളതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. ആ ഒരു പ്രതീക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയം, ഹിജ്റ പോകുന്ന രംഗം നമുക്കറിയാം. രാത്രിയാണ് റസൂൽ പുറപ്പെടുന്നത് പേടിച്ചിട്ട്. മക്കത്തെ ഖുറൈശികൾ, മക്കത്തെ മുശ്രിക്കുകൾ കാണാതിരിക്കാൻ രാത്രിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പുറപ്പെടുന്നത്. അങ്ങനെ പോയി 3 ദിവസം ഗുഹയിൽ ഒളിച്ചിരുന്നു, സൗർ ഗുഹയിൽ. അതിനുശേഷം അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആരും കാണാതെ ഒളിച്ചോടുന്ന റസൂൽ, മക്കത്തുനിന്ന് ഒളിച്ചോടുകയാണ് റസൂൽ. പക്ഷെ ആ സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിന് പ്രതീക്ഷയുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടു. മക്കത്തെ ഖുറൈശികൾ 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു. റസൂലിനെയും അബൂബക്കറിനെയും ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു, സമ്മാനം പ്രഖ്യാപിച്ചു. ഓരോരുത്തരും റസൂലിനെ അബൂബക്കറിനെ അന്വേഷിച്ച് പോവാണ്. അതിൽ സുറാഖത്ത് ബിൻ മാലിക് എന്നൊരാളുണ്ടായിരുന്നു. നല്ല കുതിര സവാരിക്കാരനാണ്, നല്ല രീതിയിൽ കുതിര ഓടിക്കാൻ അറിയാം. മരുഭൂമിയിലെ എല്ലാ വഴികളും നല്ല രീതിയിൽ പരിചയമുള്ള ഒരാൾ. അദ്ദേഹം പുറപ്പെട്ടു യാത്രയ്ക്ക് വേണ്ടി, റസൂലിനെ അന്വേഷിക്കാൻ പുറപ്പെട്ടു. പിന്നെ സുറാഖ പറയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് പുറകെ പോയി റസൂലിനെയും അബൂബക്കറിനെയും ഞാൻ കണ്ടു.
എൻ്റെ കുതിരയുടെ വേഗത ഞാൻ കൂട്ടി. അങ്ങനെ എൻ്റെയും റസൂലിൻ്റെയും കുതിരയുടെ ഇടയിൽ ഒരു ചാൺ വ്യത്യാസത്തിൽ അത്രയും അടുത്ത് ഞാൻ എത്തി. റസൂലിൻ്റെ കുതിര അടുത്തെത്തി. പെട്ടെന്ന് എൻ്റെ കുതിരയുടെ 2 കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു. ഞാൻ നിലത്ത് വീണു. ഞാൻ എഴുന്നേറ്റ് കുതിരയെ ശരിയാക്കി വീണ്ടും റസൂലിൻ്റെ പിറകെ പോയി. അടുത്തെത്തിയപ്പോൾ വീണ്ടും എൻ്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് കാണുന്നു. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി മുഹമ്മദിനെ പിടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക റജുലുൻ മംനൂഉൻ. സുറാഖ ഇത് വിളിച്ചു പറഞ്ഞു, മുഹമ്മദെ നീ സംരക്ഷിക്കപ്പെട്ടവനാണ്, നിന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല, ഒന്ന് നിൽക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. സുറാഖ പറഞ്ഞു, ഞാൻ മക്കത്ത് അറിയപ്പെട്ട കുതിരസവാരിക്കാരനാണ്, മരുഭൂമിയിലെ എല്ലാ വഴികളും എനിക്കറിയാം. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നു, നിന്നെ കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു പോവുക എന്നുള്ളത് എൻ്റെ അഭിമാന പ്രശ്നമാണ്. മക്കക്കാരെന്നെ കളിയാക്കും. ഒരിക്കലും ഞാൻ നിന്നെ അന്വേഷിച്ച് വന്ന് നിന്നെ കാണാത്ത അവസ്ഥയിൽ തിരിച്ചു പോവുക എന്നുള്ളത് എൻ്റെ അഭിമാനത്തിൻ്റെ കേടാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, നിന്നെ എനിക്ക് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കത്ത് എനിക്ക് എഴുതി തരണം, കാരണം മക്കത്തെ ആൾക്കാരെ കാണിക്കാൻ. അത് അവർക്ക് വിശ്വാസവുമാകും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവരുടെ അഹങ്കാരമാണ് ആ റസൂൽ അംഗീകരിക്കുന്നതും അവരെ തടഞ്ഞത്. ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ മുഹമ്മദ് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തെളിവ് തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് എഴുതാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല ഇലാ സുറാഖത്ത് ബിൻ മാലിക്. മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ എഴുതുന്നു. ആർക്ക്? സുറാഖത്ത് ബിൻ മാലിക്. എന്താ എഴുതുന്നത്? അഇദുക സിവാറൈ കിസ്റ. കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളും അവൻ്റെ കിരീടവും സുറാഖക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ സുറാഖ ആ എഴുത്ത് വായിച്ചു, ആകെ അത്ഭുതപ്പെട്ടു. സുറാഖ നിൽപ്പ് ചോദിച്ചു, മുഹമ്മദ്, സ്വന്തം നാട്ടിൽ നിന്നും രാത്രിക്ക് രാത്രി ഒളിച്ചോടുന്ന നീയാണോ കിസ്റയുടെ ആ കിരീടവും രത്നവും എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അത്ഭുതപ്പെട്ടു സുറാഖ. പക്ഷെ സുറാഖ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? എനിക്ക് അത്ഭുതം ഉണ്ടെങ്കിലും എനിക്ക് ആശ്ചര്യമുണ്ടെങ്കിലും ഇന്നക റജുലുൻ സാദിഖുൻ ലാ തക്ദിബ്, ഒരിക്കലും കളവ് പറയാത്ത സത്യസന്ധനാണെന്ന് എനിക്കത് വിശ്വാസം. അങ്ങനെ സുറാഖയും റസൂലും പിരിഞ്ഞു. റസൂൽ മദീനയിലേക്ക് എത്തി. സുറാഖയുടെ കയ്യിൽ ആ കത്തുണ്ട്. റസൂൽ മദീനയിലേക്ക് എത്തി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബിൻ്റെ കാലം. ആ സമയമാകുമ്പോഴേക്കും സുറാഖത്ത് ബിൻ മുസ്ലിമായിട്ടുണ്ട്. സുറാഖ മുസ്ലിമായിട്ടുണ്ട്. ആ സമയത്ത് ആ മരുഭൂമിയിൽ വെച്ച് കാണുന്ന സമയത്ത് മുസ്ലിമായിരുന്നില്ല. അതിനുശേഷം സുറാഖ മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കിസ്റയും കൈസറും ഒക്കെ കീഴടങ്ങി. മദായിൻ കീഴടങ്ങി. ആ മദീനയിലേക്ക് മദായിലെ സ്വത്തുകൾ കൊണ്ടുവരപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നു. ഇന്നി ഉരീദു ഖുതുബ, ഞാനൊരു ഖുതുബ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സഹാബാക്കളെല്ലാവരും പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന സുറാഖത്ത് ബിൻ മാലിക്, സുറാഖ എവിടെ? സുറാഖ. സഹാബാക്കൾക്ക് പരസ്പരം നോക്കുകയാണ്, എവിടെയാണ് സുറാഖ? അപ്പം ചരിത്രത്തിൽ കാണാം, സദസ്സിൻ്റെ ഏറ്റവും പിറകിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അവൻ്റെ പിരടി വളഞ്ഞിട്ടുണ്ട്, വയസ്സായിട്ട് പിരടി വളഞ്ഞിട്ടുണ്ട്, വടിയും കുത്തിയാണ് നടക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ വടിയും കുത്തി വന്ന് സുറാഖ എഴുന്നേറ്റ് നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന കിതാബത്തു റസൂലില്ലാഹി യൗമൽ ഹിജ്റ, അന്ന് ഹിജ്റൻ്റെ സമയത്ത് റസൂൽ എന്ന കത്ത് എവിടെയെന്ന് ചോദിച്ചു. സുറാഖ വസ്ത്രത്തിൽ നിന്ന് എടുത്തു കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? അത്രക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ആ സഹാബിക്ക്. അത്രക്കും സത്യസന്ധമായിട്ട് റസൂലിനെ വിശ്വസിച്ചിരുന്നു. കാരണം റസൂൽ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നുള്ളൊരു വിശ്വാസം ആ സഹാബിക്ക് ഉണ്ടായിരുന്നു. റസൂലിൻ്റെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കറിൻ്റെ വഫാത്ത് കഴിഞ്ഞു. ആ സഹാബി ആ കത്തും കൈ പിടിച്ച് നടക്കുകയാണ്, ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പ്രതീക്ഷയിൽ. ചോദിച്ചു, ഐന കിതാബത്തു റസൂലില്ലാഹി യൗമൽ ഹിജ്റ, ഹിജ്റ സമയത്ത് റസൂൽ എന്ന കത്തയുടെ. സുറാഖ വസ്ത്രത്തിൻ്റെ അടുത്തത് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നും അത് വായിച്ചു. ആ കത്ത് എപ്പം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ പേടിച്ച് രാത്രിക്ക് രാത്രി മക്കയിൽ നിന്നും ഒളിച്ചോടുന്ന സമയമാണ് മദീനയിലേക്ക്. ആ സമയത്ത് സുറാഖക്ക് കൊടുത്ത വാഗ്ദാനം ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ പള്ളിയുടെ മിമ്പറിൽ വെച്ചത് വായിച്ചു. ഇന്ന മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല ഇലാ സുറാഖത്ത് ബിൻ മാലിക് അഇദുക സിവാറൈ കിസ്റ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ സാഹിബു ഹാദൽ മഖാം, ഈ സ്ഥാനത്തിന് ഉടമസ്ഥൻ ആരാണോ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. റസൂലിൻ്റെ മിമ്പറിൻ്റെ മുകളിൽ തന്നെ ഉമർ റളിയല്ലാഹു വായിക്കുന്നത്, സദഖ സാഹിബു ഹാദൽ മഖാം,
ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ സത്യം പറഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സുറാഖനെ വിളിച്ചു. സുറാഖ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ കിസ്രയുടെ കിരീടവും അവൻ്റെ ആഭരണങ്ങളും സുറാഖക്ക് അണിയിച്ചു കൊടുത്തു. 80 വർഷം പ്രായമുണ്ടെന്നു സുറാഖക്ക്. 50 വർഷം മുമ്പുള്ള ഇതാണ്. ആ കാര്യം അന്ന് പൂർണ്ണമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയാണ് അള്ളാഹുവിനോട്. അതായത് ആ സമയത്ത് പോലും അള്ളാഹിൻ്റെ റസൂൽ എന്തിട്ടില്ല, അള്ളാഹിൻ്റെ തീരുമാനത്തിൽ നിരാശനായിട്ടില്ല, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിരാശനാകരുത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശനാകരുത്. ഏത് സമയത്തും അവസാന വിജയം മുഅ്മിനീങ്ങൾക്കാണെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിലുള്ള യഖീൻ, അള്ളാഹുവിലുള്ള വിശ്വാസം, നല്ല രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ധാരാളം ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ അതിവിശാലമായ റഹ്മത്തിനെ സംബന്ധിച്ച്, അടിമകളോടുള്ള കാണിക്കുന്ന സ്നേഹം, അടിമകളോട് കാണിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഖുദ്സിയ ഹദീസിൽ അല്ലാഹു പറയാണ്, യാ ഇബാദി. ആ വലിയ ദീർഘമായ ഹദീസിൽ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു ഏഴാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഹൽ മിൻ സായിലിൻ ഫഉഅതിയഹു ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹു. ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും ചോദിക്കാനുണ്ടോ, ഫഉഅതിയഹു, ഞാൻ അവന് നൽകും. അള്ളാഹു ആവശ്യപ്പെട്ടാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോ, ഞാനത് നൽകാം. പറയുന്നവരാണ് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് എന്നോട് ചോദിക്ക്, ഫഉഅതിയഹു, ഞാൻ അവത് നൽകും. നമുക്ക് എന്താവശ്യം എന്ത് ചെയ്യാം, ആ സമയത്ത് രാത്രിയുടെ അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ ചോദിക്കേണ്ട അള്ളാഹുവിനോട് ഇൽമാണ്. ദുനിയാവിൻ്റെ ആൾക്കാർ ദുനിയാവ് ചോദിക്കും, പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഇൽമാണ്. ഇൽമും അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ളും അതുപോലെ തന്നെ സ്വർഗവും. ആ സമയത്ത് അതൊക്കെ ചോദിക്കുക അള്ളാഹുവിനോട്. ഫഉഅതിയഹു, അള്ളാഹു നൽകും, അതിലൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, നമ്മോട് ചോദിക്കണം അള്ളാഹു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ തയ്യാറുണ്ടോ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും നിരാശരാകരുത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നല്ലോണം തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഒരു ഹദീസ് കൂടി പറഞ്ഞു നിർത്താം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു പറയാണ്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു മിൻക അലാ മാ കാന മിൻക വലാ ഉബാലി. ആദം സന്തതികളെ, നീ എന്നെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, ഗഫർതു ലക അലാ മാ കാന ഫീക, നിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരും. വലാ ഉബാലി, അതെനിക്കൊരു പ്രശ്നമല്ല. എത്ര വലിയ പാപം ആണെങ്കിലും അത് അള്ളാഹുക്ക് പ്രശ്നമല്ല, അള്ളാഹു പുറത്തു തരും. പിന്നെ വീണ്ടും, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്. ആകാശം മുട്ട പാപഭാരമായിട്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതെങ്കിൽ ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും. അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നൊരു നിബന്ധന മാത്രമേ അള്ളാഹ്ക്കുള്ളൂ. അതെല്ലാം പുറത്തു തരാൻ തയ്യാറാണ്. അതുപോലെ തന്നെ, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ഭൂമി നിറയെ പാപഭാരമായിട്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നു, എന്നിട്ട് എന്നെ നീ കണ്ടുമുട്ടിയത് എന്നിൽ ഒരു ശിർക്കും ചെയ്യാത്ത അവസ്ഥയിൽ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരും. ഇതൊക്കെ അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നല്ലോണം ഇസ്തിഗ്ഫാർ ചെയ്യുക, നല്ലോണം തൗബ ചെയ്യുക. രാത്രി 4 മണിക്ക് എഴുന്നേറ്റാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ തൗബ ചെയ്യുക. എല്ലാ പാപങ്ങളും അള്ളാഹിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് മാപ്പാപ്പിക്കും. നമ്മുടെ ഈ റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. പ്രത്യേകിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാരുടെ തൗബ സ്വീകരിക്കൂല. ചില ആൾക്കാരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂല. ഇത്രയും സ്നേഹമുണ്ടെങ്കിലും, ഇത്രയും റഹ്മത്ത് അള്ളാഹു അടിമകളോട് കാണിക്കുന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് പ്രത്യേകമായിട്ട് ഒന്ന് പറഞ്ഞത് ഹറാമ് ഭക്ഷിക്കുന്നവർ.
ഹറാമിനെ മുതൽ തിന്നുന്നവർ, മറ്റുള്ളവരുടെ കട്ടെടുത്ത് അവൻ്റെ അനുവാദം ഇല്ലാണ്ട് കഴിക്കുക, തിന്നുക, ഇതൊക്കെ വലിയ ഹറാമാണ്. തൗബ തടയപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കാത്തവരാണ്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കുക, ഹറാമുകൾ തിന്നത് വളരെ സൂക്ഷിക്കുക. രണ്ടാമത്തേത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഖമീസി വ യൗമൽ ഇത്നൈൻ. സ്വർഗത്തിൻ്റെ വാതിലുകൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും തുറക്കപ്പെടും. തുഫ്തഹു അബ്വാബുസ് സമ, ആകാശത്തിൻ്റെ വാതിലുകൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും തുറക്കപ്പെടും. അന്ന് എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ 2 വിഭാഗം ആൾക്കാർ അള്ളാഹു അതിൽ നിന്നും മാറ്റി നിർത്തി. അള്ളാഹു ആ മഗ്ഫിറത്ത് കൊടുക്കുന്ന സമയത്ത് 2 വിഭാഗം ആൾക്കാർ അള്ളാഹു മാറ്റി നിർത്തി. ഒന്ന്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവർ, അവർക്ക് അള്ളാഹു ആ സമയത്ത് പുറത്തു കൊടുക്കൂല. 2, പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, പരസ്പരം തെറ്റി അകന്ന് കഴിയുന്ന മുസ്ലിമീങ്ങൾ, അവർക്കും അന്ന് പുറത്തു കൊടുക്കൂല. അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുമില്ല. ആ ഹദീസിൽ പറയപ്പെട്ടു, മലക്കുകൾ ചോദിക്കും അള്ളാഹുവിനോട്, എന്ത് ചെയ്യണം ഇവരുടെ അമലുകൾ, ഇവരുടെ തൗബ. അവിടെ ആ സമയത്ത് ആ മലക്കുകളോട് പറയപ്പെടും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അവർ പരസ്പരം നന്നാകുന്നതുവരെ കാത്തിരിക്കാൻ ആ മലക്കുകളോട് പറയപ്പെടും. ഒരമലും സ്വീകരിക്കപ്പെടൂല, നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കുക, നല്ല ബന്ധങ്ങൾ പരസ്പരം നന്നാക്കുക, നല്ല രീതിയിൽ ഇസ്തിഗ്ഫാർ തൗബ ചെയ്ത് ഈ റമദാനിൻ്റെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലുപരി അത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റമദാനിലെ നോമ്പിലുള്ള വീഴ്ചകൾ പരിഹരിച്ച് നല്ല സ്വീകാര്യമായ നോമ്പായി അള്ളാഹു നമ്മിൽ നിന്നും അത് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.